ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ വ്യൂസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ പറയുന്ന ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവൽ പ്രകാരം ഇന്ന് എന്താണ് മാർക്കറ്റ് ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് തന്നെ എന്താണ് ഒരു സപ്പോർട്ട് ഏരിയ എന്നാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ എന്താണ് പ്രൈസ് മുകളിലോട്ട് പോകും എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയത് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു DHL പാറ്റേൺ ആണ്. അപ്പം ഇവിടെ എന്താണ് ഇതില് സെല്ലേഴ്സ് അവിടെ ട്രാപ്പായി, ഇതുപോലെ എന്താണ് ബയേഴ്സ് അവിടെ ഇൻട്രസ്റ്റ് ആണെന്നാണ് ഈ ഒരു ക്യാൻഡിൽ DHL പാറ്റേൺ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഒക്കെ നിഫ്റ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ പറയുന്ന ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. കാരണം എവിടെ നമുക്ക് എൻട്രി എടുക്കണം, അല്ലെങ്കിൽ എവിടെ വരെ ടാർഗറ്റ് വെക്കണം, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ലെവൽസ് ഒക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസിലെത്തി. അവിടെ പ്രൈസ് ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്ത് എഗെയിൻ എന്താണ് മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് എന്താണ് റീടെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് എന്താണ് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസിലേക്ക് പോയി. എഗെയിൻ അവിടെ എന്താണ് മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നാളത്തേക്കുള്ള ഒരു വ്യൂ വളരെ ക്ലിയർ ആണ്. എന്താണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ് ഓപ്പണിംഗ് ആണെങ്കിലും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 23,670 മുതൽ 23,700 ലെവൽ ഒരു ഏരിയ എന്താണ് ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പം ഇതിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 23,800 ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എന്താണ് മാർക്കറ്റ് അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ പ്രൈസ് ലെവലിൽ കൺസിഡർ ചെയ്യാം. അതായത് ഒരു 23,780 ഒക്കെ ആവുമ്പോൾ നമ്മൾ നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുക. അതേപോലെ തന്നെ ഫർദർ അപ്സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. അതായത് 23,830 മുകളിൽ. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. കാരണം പ്രൈസ് ആ ഒരു ഏരിയയിൽ നിന്ന് പലതവണ റിജക്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളൊരു ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ അവിടെ എൻട്രി എടുക്കാനായിട്ട് പാടില്ല. ആ സമയത്ത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നോക്കണം. അതേപോലെ എന്താണ് നല്ല വോളിയം നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് ഒരു 15 മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് അവിടെ എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ലെവലാണ്. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട്, അതായത് 23,830, അപ്പം 800 to 830 ഏരിയ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലെവൽസ് വരച്ചു വെക്കുക. അപ്പം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആ ഒരു ഏരിയ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,967 ഏരിയ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നോക്കാം. ഏകദേശം ഒരു 160 പോയിന്റ് നമുക്കവിടെ നമുക്കവിടെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അഗെയിൻ എന്താണ് നമുക്ക് ഈ ഒരു ലെവൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 23,970 മുതൽ 24,000 എന്ന് പറയുന്ന ലെവൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു നല്ല ഒരു റിവേഴ്സൽ പാറ്റേൺ, ഒരു പ്രൈസ് ആക്ഷൻ ഒക്കെ നമുക്ക് ഫേവറബിൾ ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു റിവേഴ്സൽ പാറ്റേൺ അതൊക്കെ നമുക്കൊരു കറക്റ്റ് ആയിട്ട് കിട്ടുവാണെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഫർദർ അപ്സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ മുകളിലാണ്. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 24,000 മുകളിൽ ബ്രേക്ക് ചെയ്താൽ അഗെയിൻ ഒരു ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അഗെയിൻ ഒരു 160 പോയിന്റ്, ഒരു 24,167 ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നാളത്തേക്കുള്ള എന്റെ ഒരു ഡൗൺ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് 23,556 ആണ്. ഇതിന്റെ താഴെ നമുക്ക് ചെറിയൊരു റിസ്കി ട്രേഡ് ആണ്. അപ്പൊ നമുക്ക് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം ഇവിടെ എൻട്രി എടുക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് ഇന്നത്തെ ലോയിന്റെ താഴെയാണ്. ഈ ഒരു ലെവൽ എന്തായാലും ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ് 23,460 മുതൽ 23,440 ലെവൽ. അപ്പം എഗൈൻ മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്ന് എഗൈൻ ഇവിടുന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ക്യാൻഡിലെ ലോയിലാണ് നമ്മുടെ ഒരു നല്ലൊരു ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 23,800 ലെവലിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി താഴേക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു നല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നും, അതായത് 24,000 ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിവേഴ്സ് ആകുന്ന കണ്ടു കഴിഞ്ഞാൽ അഗൈൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആ ഒരു പുട്ട് സൈഡിലേക്കുള്ള എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ നേരെ ഇതിപ്പം നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് ആണ്. ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലേക്ക് പോവാണ്. ഇത് ഫ്യൂച്ചർ പ്രൈസിന്റെ ചാർട്ടാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,633 ആണ്. അതുപോലെ തന്നെ എന്താണ് വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,456 ആണ്. അപ്പം ഈ ഒരു ലെവലിന്റെ, ഈ ഒരു വാല്യൂ ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ഒക്കെ നമുക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താണ് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 1 അവറിന് ശേഷമാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അതുപോലെ തന്നെ വാല്യൂ ഏരിയന്റെ ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ലെവൽസിലൂടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അതുപോലെ തന്നെ നാളത്തെ നിഫ്റ്റിയുടെ ഒരു POC എന്ന് പറയുന്നതാണ്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ലെവൽ ഇതാണ്. 23,570 ഏരിയ ആണ്. ഇത് ഫ്യൂച്ചർ പ്രൈസിന്റെ ലെവലാണ്. ഇതുകൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്ന ലെവലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ പുതിയൊരു ബാച്ച് നമ്മൾ ഈ മാസം അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകുന്ന അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ലൈവ് ട്രേഡിംഗിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ എന്നുവരെ ട്രേഡ് ചെയ്യുന്നുണ്ടോ അന്ന് വരെ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ലൈവ് ട്രേഡിംഗിൽ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.